ഹായ് ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിന്റെ ആണെങ്കിൽ ഓരോ എപ്പിസോഡും നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിന്റെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പല ആൾക്കാരും എപ്പിസോഡുകൾ കാണാത്ത പലരും ഉണ്ട്. അവർ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കും കൂടെ വേണ്ടിയിട്ട് അവിടെ എപ്പിസോഡിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു പ്രോപ്പറായിട്ട് കിടിലും ഒരു വലിയ ആൾക്കാർ ചെയ്യും, വലിയ റിവ്യൂവേഴ്സ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോപ്പർ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ പക്കാ ചെയ്യുന്ന ഒരു റോസ്റ്റിംഗ് വീഡിയോ ഞാൻ എല്ലാ വീഡിയോക്കകത്ത് എടുത്ത് പറയാറുണ്ട്. പക്ഷെ പല ആൾക്കാർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്തൊക്കെ ആണെങ്കിൽ ഞാൻ അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്, അനുമോള് എന്ത് ചെയ്താലും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. ടാർഗറ്റിംഗ് അനുമോൾ ചെയ്യാത്ത തെറ്റ് ആവർത്തിച്ച് പറയുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും, അത്രേ ഉള്ളൂ അനുവിന് ഉണ്ടായിട്ടുള്ളൂ. നിന്റെയൊക്കെ പ്രശ്നം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ അനു ഈസ് 29 years old ആൻഡ് ആര്യൻ ഈസ് 23 എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ലവ് കോംബോ എന്നൊരു സാധനത്തെ പറ്റിയിട്ട് നമ്മളെന്താ റിഗ്രസീവ് ചിന്താഗതിയുള്ള ആളായതുകൊണ്ട് നമ്മൾ പിന്നോക്കത്തിൽ ചിന്തിച്ച് പോകുന്ന ആളാണ്, ഇപ്പോഴും നമ്മൾ വണ്ടി പിടിച്ചെത്തിയിട്ടില്ല, ഇനി ആ ഒരു സാധനം വിടുകയാണ് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി ഇവിടെ റിഗ്രസീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പറയുന്ന ആൾക്കാർ ഒരിക്കലും അനുമോളുടെ PR ആണെന്ന് പറയുന്നില്ല, കംപ്ലീറ്റ്ലി PR ആണെന്ന് ഞാൻ പറയുന്നില്ല. കുറെ PR ഉണ്ട് അനുമോക്ക്, പക്ഷെ കംപ്ലീറ്റ് ഇതായിട്ട് പറയുന്നത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസ് കൂടിയുണ്ട്. ഈ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോൾ എന്ത് ചെയ്താലും ബ്ലൈൻഡ് ആയിട്ട് അനുമോൾക്ക് ഈ ചെയ്യുന്ന പറയാൻ നമുക്ക് പറ്റൂല. ഞാൻ എൻ്റെ ഈ റോസ്റ്റിംഗ് വീഡിയോസിനകത്ത് ഒരു ദിവസം ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമ്മൾ എഡിറ്റിങ്ങിന് പ്രീ എഡിറ്റ് ഉണ്ട്, ക്ലിപ്പിസ് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ റോസ്റ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ അനുമോള് കരയാത്ത ഒരൊറ്റ ദിവസം പോലും ബിഗ് ബോസിന്റെ എപ്പിസോഡുകളിൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം അതിനകത്തുനിന്ന് നമ്മൾ ആ ഒരു സാധനം മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോക്കകത്ത് അത് ഇങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് അനുമോൾ അവിടെ അങ്ങനെ ഒരു സാധനം കൊടുക്കുന്നതുകൊണ്ടാണ് എന്ന് വെച്ച് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ വലിച്ചീറാറില്ലേ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ രേണുസുതിയുടെ കണ്ടന്റ്സ് ഒക്കെ എന്തോരം വലിച്ചീറി നമ്മൾ ചെയ്തൊരു സാധനമാണ്. അപ്പം അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, രേണുസുതിയുടെ ചാവേറുകൾ അനുമോളുടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം ഇതൊന്നും പറയാൻ പറ്റൂല. അനുമോൾക്ക് ഈ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ അനുമോള് കരഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല. ഓക്കെ, ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ചെയ്യാത്തത് ചെയ്യുമ്പോഴത്തേക്കിന്, ചെയ്യാത്ത കാര്യം പറയുമ്പോഴത്തേക്കിന് അത്രത്തോളം സങ്കടം ഉണ്ടാവുന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അനുമോള് ചെയ്തില്ല, പിന്നെ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ നെവിൻ ആണെങ്കിൽ കിച്ചണിന് ആ ഓറഞ്ച് തൊട്ടപ്പോഴത്തേക്കിന് നൂറ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ അത് കട്ടോണ്ട് പോകാൻ വേണ്ടിയിട്ട് അതായതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നെവിനോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നെവിൻ തിരിച്ച് ചൂടായതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇന്നലകളിൽ മോഷണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നാളെയും അയാൾ ചെയ്യുമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അയാൾക്ക് മാറ്റങ്ങൾ വരാലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നേണ്ടുന്നത് നെവിനില്ലേ. പിന്നെ ഇവരുടെ ഒരു ലവ് കോംബോയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് അവരൊരു കോംബോ അല്ലെങ്കിൽ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണത്. ഓക്കെ, അതൊരു ലവ് കോംബോ ആണോ എന്നുള്ള ചർച്ചകൾ വന്ന് ആ സാധനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആൻഡ് ക്രിഞ്ചസ്റ്റ് എവർ സാധനമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അനുമോള് ഈ എന്തോ ഒരു തമാശയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ തൊപ്പി വെച്ച് കൊടുത്ത് നേരെ തറയെ കിടന്ന് മറ്റേ അട്ട എഴയുന്ന പോലാണെങ്കിൽ എഴുഞ്ഞുകൊണ്ട് കിടന്ന് ചിരിക്കുന്നുണ്ട്, കോളിംഗ് ബെൽ അടിച്ച പോലെ. അതൊക്കെ എന്തു സാധനമാണ്? ഇതൊക്കെ കണ്ടിട്ട് എന്തുവാടെ ഇങ്ങനെ ഓവറാക്കി ചളവാക്കണോ? ഇതല്ലേ നമുക്ക് തോന്നുകയുള്ളൂ. എനിക്കെന്താണെങ്കിലും അതാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ റെന ഫാത്തിമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഇതിനകത്ത് റെന ഫാത്തിമ വന്നിട്ട് നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചൊറിയുന്നുണ്ട് എന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞാണ്. ബാക്കിയുള്ള ആൾക്കാരെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പറയുന്നത്, പക്ഷെ അത് ആരും കേൾക്കുന്നില്ല. അനുമോളെ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓക്കെ, അവിടെ റെന ഫാത്തിമ വന്നിട്ട് നല്ല ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പറയുന്നുണ്ട് റെന ഫാത്തിമ 2 വാലിഡ് പോയിന്റ്സ് അവിടെ അടിച്ചിട്ടുണ്ട്. ചേച്ചി, ചപ്പാത്തി കളി എന്ന് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രയും പൊളിയേണ്ട അല്ലെങ്കിൽ കരേണ്ട ആവശ്യകത എന്താണ്? വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അവിടെ പൊളിഞ്ഞെങ്കിൽ അത് റെനയുടെ ഗെയിം ആണെന്ന് മാത്രം കരുതിയാൽ മതി. എന്നിട്ട് അവിടെ തകർന്നിട്ട് തിരിച്ചു പറയാൻ ഒന്നുമില്ല. എന്നിട്ട് അനുമോള് പറഞ്ഞെന്താണ്, നിന്റെ വീട്ടിൽ ഇരിക്കുന്ന നിന്റെ അച്ഛനും അമ്മയെ വളർത്തേണ്ട കുഴപ്പം അതിൽ നിന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ ഇതിനകത്തോട്ട് വലിച്ചിടുകയാണ്. അപ്പൊ അവിടെ ആരാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതിനകത്തോട്ട് കയറി പോകുന്നത്? അനുമോക്ക് ഒരു കാര്യം വരുമ്പോൾ ഓക്കെ, അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ ഒരു സാധനമാണോ പറയേണ്ടത്? ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവാനെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു ജിസേല് കിച്ചണിനകത്തോട്ട് കയറി എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്യൂ ഇല്ലേ, ആ ഒരു ഇഷ്യൂനെ പറ്റിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ അനുമോള് കിടിലമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. പക്ഷേ അവിടെ ന്യായം ആരുടെ ഭാഗത്ത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അനുമോൾ വളരെ കിടിലമായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ന്യായം ആരുടെ ഭാഗത്ത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ റോബിന്റെ കാര്യത്തിലാണ് ആ സീസണിലാണെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ റോബിൻ ഇതുപോലെ പൊട്ടിത്തെറിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യാനൊക്കെ റോബിന്റെ ആണെങ്കിൽ ആ പരിപാടികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ കാര്യങ്ങളും ഭയങ്കര എന്താ പറയാ, ന്യായമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിച്ച് പറയുമ്പോഴത്തേക്കിനും ഓക്കെ റോബിനാണ് ശരി എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് ഒറ്റപ്പെട്ട് മാറുമ്പോഴത്തേക്കിന് ആകെ അയാളോട് കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് തോന്നി ആ ഒരു പരിപാടിയില്ലേ,
അത് തന്നെയാണ് അനുമോളുടെ കാര്യത്തിലൂടെ വന്നേക്കുന്നത്. നമ്മൾക്ക് ഇത് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ അനുമോൾ ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കാതെ അവിടെയുള്ള എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, ആ രീതിയിൽ മാത്രമാണ് നമ്മൾ ഓരോ ആൾക്കാരെ പറ്റി സംസാരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസത്തിലെ വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അനീഷിന്റെ അടുത്താണെങ്കിൽ ശരത്ത് പറയുന്നായിരുന്നു കേട്ടോ. എന്നെ ബാത്റൂമിൽ തട്ടി വിളിച്ച് എന്തിനാ അറ്റ്ലീസ്റ്റ് അവൻ എന്തൊരു ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയതിനാ എന്നെ ബാത്റൂമിൽ പിടിച്ചിറക്കി വലിച്ചു വള്ളി പറയാൻ പറ്റുന്നു. എന്താണിത്? ഇവിടെ ശരത്ത് ബാത്റൂമിൽ കയറിയിട്ടാണ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനെ കൊണ്ട് അവിടെ കയറിയപ്പോൾ അതിന് തടസ്സം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ നിങ്ങളിപ്പോൾ കുളിക്കാനെ കൊണ്ട് ബാത്റൂമിൽ കയറുകയാണ്, കുളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ വന്ന് ഇമ്പോർട്ടൻറ്റ് കോളാണ്, അത് എടുക്കാനെ കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരണം. അത് പാതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഇറിറ്റേഷനും എത്രത്തോളം നിങ്ങൾ എക്സോസ്റ്റഡ് ആവും നിങ്ങൾക്ക് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ രീതിയിൽ ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കിന് അനുമോൾ കാണിച്ചു വിടുന്ന പരിപാടി നിങ്ങളൊന്ന് കാണണം. ഇതിനകത്ത് ജിസേൽ ആണെങ്കിൽ അതിനകത്ത് കിച്ചണകത്ത് കയറിയിട്ട് ഇതുപോലെ കുക്ക് ചെയ്തു, അല്ലെങ്കിൽ കിച്ചണകത്ത് കയറി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. തലേ ദിവസം അനുമോളും ശരത്തപ്പാനി ഒക്കെ ഇവർ സംസാരിച്ച കാര്യമാണ്, പെർമിഷൻ ഇല്ലാതെ ഒരാളെയും കിച്ചണിനകത്ത് കയറ്റരുത് എന്നുള്ള കാര്യം പറഞ്ഞാണ്. ശരി തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന കിച്ചൺ ക്യാപ്റ്റനും ഹൗസിന്റെ ക്യാപ്റ്റനോട് ചേർന്ന് പെർമിഷൻ കൊടുത്തിട്ടാണ് ജിസേൽ ആണെങ്കിൽ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ജിസേലിന് വിശന്നു, ആ ഒരു വിശപ്പിന്റെ പുറത്താണ് അങ്ങോട്ട് കയറിയിട്ടുള്ളത്. ഒരാളുടെ ഒരു മാനസിക പരിഗണന എന്ന് പറയുന്നൊരു സാധനമില്ലേ, അവിടെ അനുമോളുടെ അടുത്ത് കാണിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിലോട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, ആൻഡ് ഇവിടെയാണെങ്കിൽ ജിസേൽ അല്ല അവിടെ കുക്ക് ചെയ്തത്, നെവിനാണ് കുക്ക് ചെയ്തത്. പെർമിഷൻ വാങ്ങിച്ചിട്ട് ജിജിക്ക് വേണ്ടിയിട്ട് നെവിനാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെവിന്റെ അടുത്തല്ല പോയിട്ട് അനുമോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്, ജിസേലിന്റെ അടുത്തിട്ടാണ്. സോ അവിടെ ടാർഗറ്റ് ചെയ്യായിരുന്നു നമ്മുടെ അനുമോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് ആണ് അവിടെ തീർത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ ആർക്കും പറ്റണില്ലേ? ഇവിടെ ഒരു പൊട്ട ക്യാപ്റ്റൻ എന്നാണ് നമ്മുടെ ശരത്തിനെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ആ ബാത്റൂമിനകത്തോണ്ട് കയറിയിട്ട് അയാളെ വിളിച്ചിറക്കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് ഓക്കെ അനുമോളുടെ ഭാഗത്ത് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ട ക്യാപ്റ്റൻ വിളിച്ചിട്ട് ഇറങ്ങി പോവാണ്. ഞാൻ ഇനി കിച്ചൺ ടീമിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കിച്ചണിലോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷ് ഇതുപോലെ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ഇനി കിച്ചണിൽ കയറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അനീഷിന് എന്തോരം പറഞ്ഞാണ് അല്ലേ. അപ്പം അതിലൊന്നും ആർക്കും പ്രശ്നം വരില്ല. പക്ഷെ അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അനാവശ്യ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുമ്പോൾ അനുമോള് വിളിച്ചിട്ടല്ലേ നമ്മുടെ ശരത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ബിന്നി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടെന്ന് ബിന്നി പറഞ്ഞു. എവിടെ കേട്ടി, എപ്പോ കേട്ടി? ഇതാണ് നമ്മുടെ അനുമോള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോക്ക് അവിടെ നെവിന്റെ അടുത്താണല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. നെവിനാണ് അവിടെ കുക്ക് ചെയ്ത്, നെവിന്റെ അടുത്തല്ലേ പ്രശ്നം ഉണ്ടാവേണ്ടത്. അവിടെ അല്ലെ ജിസേലിന്റെ അടുത്താണ് കൂടുതൽ ഫോക്കസ്. ഇവിടെ ടാർഗറ്റ് ചെയ്ത് പോയേക്കുന്ന അനുമോളാണ്. ആരും പറഞ്ഞിട്ടില്ലേ നിന്റെ ഹൈറാർക്കി കൊണ്ടാണ് ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കാണ്ടിരുന്നത്. കാര്യം അനുമോൾ ആ വേർതിരിവ് കാണിക്കുന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അനുമോളെ ക്യാപ്റ്റൻ. അനുമോള് നല്ല രീതിയിൽ വാശി പിടിച്ചിട്ടുണ്ട്, എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരുന്നു. പക്ഷെ അനുമോളെ ക്യാപ്റ്റൻ ആക്കിയില്ല. ഇവിടെ ആരും തന്നെ പറയുന്നുണ്ട് നീ എന്റെ ഫ്രണ്ടാണ്, പക്ഷെ നീ ചെയ്തത് റോങ് ആണ്, ചെയ്തത് തെറ്റാണ് എന്ന് അവിടെ ആരും പറയുന്നുണ്ട്. ഇവിടെ അനുമോള് പറയുന്നു ഓക്കെ അവർ ഗ്രൂപ്പിസം കാണിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അവിടെ ഗ്രൂപ്പിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൃത്യമായിട്ട് ജിസേലിന്റെ ആണ് ഒരു മൈൻഡ് ഗെയിം വർക്ക് ചെയ്തിട്ട് ജിസേലിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവർ ചാവേറുകളായിട്ട് മാറുക. പക്ഷെ ഇവരിത് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോഴും ഇവിടെ അനുമോള് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഈ വേർതിരിവ് കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ ക്യാപ്റ്റൻ ആക്കാണ്ടിരുന്നത്. അപ്പോഴും ഈ മനുഷ്യത്വം ഇല്ല, അല്ലെങ്കിൽ ജിസേലിനെ ഇത്രയും നോമിനേഷനിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇവിടെ അനുമോള് പറയുന്നുണ്ടല്ലോ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ മനുഷ്യത്വം കാണിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ജിസേലിന്റെ നമ്മുടെ അനുമോളുടെ അടുത്ത് ആദില പറയുന്ന കാര്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് വരാം. പുറത്തു പോയേക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചിട്ട് വളരെ ചീപ്പായിട്ടുള്ള ഗെയിമല്ലേ ഇവിടെ അനുമോള് കളിച്ചേക്കുന്നത്. കാര്യം നീ കാരണം ഒരു പെണ്ണ് വരെ ഇറങ്ങിപ്പോയെന്നുള്ളത്. ഇത് ശരത്തിന്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ശരത്തിനെ ഈ ബാത്റൂമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളായിട്ട് ശരത്തിന് ഈ പറയുന്ന അനുമോളുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റിയില്ല. അതിന്റെ പേരാണ് ഈ സാധനങ്ങൾ ഇത്രയും അനുമോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അനുമോൾ എന്ത് പറഞ്ഞാലും ജയ് വിളിക്കണം എന്നുള്ളതാണോ പറയുന്നത്? അവിടെ കഴിച്ചില്ല വിശന്നിട്ടാണെന്ന് പറയുമ്പോൾ എത്ര വലിയ ശത്രു ആണെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ ഈ പ്രശ്നങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കാണ് ഭക്ഷണം വേണമെന്ന് പറഞ്ഞത് നമ്മളെ സമ്മതിക്കോ? ഞാൻ ചോദിച്ചത് സമ്മതിക്കോ? നീ പറ, നിന്നെ കേൾക്കാൻ സമ്മതിക്കോ? അവരാണ് കിച്ചണിൽ നിൽക്കുന്നത്, സമ്മതിക്കോ? ജിജി എന്നെ സമ്മതിച്ചിട്ടുണ്ട്, എന്നെ സമ്മതിച്ചിട്ടില്ല, എന്നെ ഓടിച്ചിട്ടുണ്ട്. സോ ജിസേൽ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അനുമോളെ സമ്മതിച്ചില്ല, അനുമോളെ ഓടിച്ചു വിട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. ചപ്പാത്തി കേസിന്റെ ആ ഒരു ഗ്രഡ്ജ് തന്നെയാണ്, ആ ഒരു ഇത് സംഭവം തന്നെയാണ്. അപ്പൊ ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഭീകര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുറത്ത് വയ്ക്കുന്ന ബിൻസീനെ ആണെങ്കിൽ ഇതിനകത്തോട്ട് വലിച്ചിടുകയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഇവർക്ക് ഈ പറയുന്ന പോലെ കിച്ചണിൽ ഒരാൾ കയറി ഇഷ്ടപ്പെട്ടില്ല ആ സാധനമാണെങ്കിൽ നേരെ നെവിനെയല്ലേ പറയേണ്ടുന്നത്. ഇവിടെ ആദില അവരെ ബാക്കിയുള്ള ഓരോ ആൾക്കാരെയും കിച്ചണിൽ കയറ്റി ഇവർ മറ്റേ ആ റാങ്കിങ് മറ്റേ സ്റ്റാർ കൊടുക്കുന്ന പരിപാടിയിൽ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജിസേലിനായിരുന്നു, സ്റ്റാർ പെർഫോമർ എന്ന് പറഞ്ഞുകൊണ്ട്.
അപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞു ഓക്കെ മനുഷ്യത്വമുള്ളൊരു കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഓക്കെയാണ്. ഇവർ ഈ അടിയും വഴക്കായിട്ട് നിൽക്കുമ്പോൾ ആ ഗ്രഡ്ജ് തീർക്കാണ് ഇവര്. ഒരുപോലെ കാണാൻ പഠിക്കണം. അല്ല ഒരു ഗ്യാങ് ആയിട്ട് അവർക്ക് എന്തും ചെയ്യാം, അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. അവരങ്ങനെ കാണുന്നത് നീ അങ്ങനെ കാണുന്നത് നീ ഒരു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ല, വ്യത്യാസം. സത്യത്തിൽ ഇവിടെ അനുമോളല്ല ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കാണിക്കുന്നില്ല എന്നുള്ളതല്ല, അവർക്കാണെങ്കിൽ ഒരു ഗ്രൂപ്പിസം ഒരു അയൽക്കൂട്ടം പരിപാടി അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവരാണെങ്കിൽ ജിസലിന്റെ പാവാട തൂങ്ങി നിൽക്കാന്ന് ആൾക്കാർ പറയുന്ന പോലത്തെ കുറച്ച് പരിപാടികൾ അവർ കാണിക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ അനുമോളാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ ശരത്തപ്പാനിയെ വിളിച്ചുകൊണ്ട് വരികയും അവിടെ പോയിട്ട് ശരത്തപ്പാനിയും ഇവരും തമ്മിൽ എന്തോരം വിഷയമായിരുന്നു, എന്നിട്ട് അത് ഓക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ബാത്റൂമിൽ നിന്ന് വിളിച്ചിറങ്ങി അങ്ങോട്ട് പോകുന്നു, ആൾക്കാരെല്ലാം കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു, കൂടെ നിന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇവരെല്ലാം കൂടെ ആണെങ്കിൽ ഗ്രൂപ്പിസം കാണിക്കുകയാണ്. ആക്ച്വലി എടേ ഞാൻ ഒരു കാര്യം പറട്ടെ, ഒരാൾ അനുമോൾ ആയതുകൊണ്ട് അനുമോൾ ഒരു തെറ്റ് ചെയ്താലും എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സരികയാണെങ്കിൽ ആ ഒരു സീനിൽ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സരിക വന്ന് അനുമോളുടെ അടുത്ത് ചൂടായതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനുമോള് പുറത്ത് പോയ ഒരാളെ ഇതിനകത്തോട്ട് വലിച്ചിട്ടു. ശരത്തെ നിങ്ങൾ കാരണം ഒരു പെണ്ണ് പുറത്തോട്ട് പോയി എന്നൊരു സാധനം പറഞ്ഞില്ലേ, അതിനാണ് സരിക പോലും ഇതിനകത്തോട്ട് കയറി വന്നിരിക്കുന്നത്. അതിനെ ഗ്രൂപ്പ് ഓക്കെ അവർ ഈ പറഞ്ഞ സരിക ഇവരെല്ലാം ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ സരിക ഇതിനകത്ത് കയറി സംസാരിക്കാൻ വന്നതിന്റെ കാരണം അനുമോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കൊക്കെ അനുമോൾ കീ ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ഇതിനെ കാട്ടിയിട്ട് സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം PR ആണോ അതോ ജെന്യുവിൻ ഓഡിയൻസ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കുറെ ആൾക്കാർ ഇത്തരത്തിലുള്ള നിരന്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പേഴ്സണലി പറയട്ടെ, ഇവരെല്ലാം വെറും കണ്ടസ്റ്റൻസ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. അവർ കൊടുക്കുന്ന കണ്ടന്റിനെ മാത്രമാണ് നമ്മളെടുത്ത് വലിച്ചു കീറി ലോസ് ചെയ്യുന്നത്. ആൻഡ് അനുമോൾ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ കരച്ചിലോളിൽ നിന്ന് തന്നെ വിളിക്കും, കാണിക്കുന്ന കോപ്രായങ്ങൾ അങ്ങനെ തന്നെ പറയും. ഇത് അനുമോളല്ല, രേണുസുതി അല്ല, ശരത്തപ്പാനി അല്ല, അവിടെയുള്ള ഏതൊരു വ്യക്തി ചെയ്താലും. പക്ഷേ കഴിഞ്ഞ ദിവസം ഏതൊരു എപ്പിസോഡ് ഞാൻ ലാലേട്ടന് ചെറിയൊരു റോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ലേ, എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടല്ല. പക്ഷെ ഒരു എപ്പിസോഡ് വരുമ്പോൾ കൂടുതലായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ആ ഒരാൾ തരുമ്പോഴത്തേക്കിന് നമ്മൾ അത് കൂടുതലായിട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രോപ്പർ റിവ്യൂ അങ്ങനത്തെ വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന സാധനമല്ല ചെയ്യുന്നത്. നമ്മളൊരു റോസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ ദിവസം നടന്നേക്കുന്ന എക്സ്പ്ലനേഷനും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ അഭിപ്രായം പറയുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.